ഇന്ന് നമുക്ക് വണങ്ങാൻ എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, സംസാരശേഷിയുമില്ല കേൾവിശക്തിയുമില്ലാത്ത നായകൻ, കുറവുകളുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് നമ്മൾ തന്നെ ചോദ്യം ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന നായകൻ. കണ്ണിന് കാഴ്ചയില്ലാത്ത 4 പെൺകുട്ടികൾക്ക് ഒരു കാര്യം സംഭവിക്കുന്നു. അത് ചോദ്യം ചെയ്യുവാനായി എത്തിയത് നായകനായിരുന്നു. അതിനുശേഷം നായകന് നേരിടേണ്ടി വന്നത് പല പല പ്രശ്നങ്ങളും. അതെന്തെന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് നായകനായ കോട്ടിയാണ്. ഈ കോട്ടിക്ക് ജന്മനാ തന്നെ സംസാരിക്കുവാനുള്ള ശേഷിയില്ല. കോട്ടിക്ക് ഒരു സഹോദരിയുണ്ട്. എത്ര പ്രശ്നങ്ങൾ വന്നാലും എന്ത് ജോലി ചെയ്തിട്ടാലും സഹോദരിയെ നോക്കണമെന്ന വാശിയാണ് കോട്ടിക്ക്. അവൻ അത്രയും ഇഷ്ടമാണ് അവന്റെ സഹോദരിയെ. സുനാമി വന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന കിണറ്റിലാണെങ്കിൽ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടെന്നറിഞ്ഞ് കോട്ടി കിണറ്റിലേക്ക് ഇറങ്ങി. എന്നിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത് കാത്ത് സഹോദരി അവിടെ നിൽക്കുകയാണ്. പുറത്തേക്ക് വരുന്ന കോട്ടിയുടെ കൈവശം കുറെ ശിലകളുണ്ടായിരുന്നു. അതിലൊന്ന് ഗണപതിയുടെ ശിലയായിരുന്നു. അത് കാണുന്ന കോട്ടിയുടെ സഹോദരിയെ ദേവിക്ക് ഒരുപാട് സന്തോഷമാകും. യഥാർത്ഥത്തിൽ ദേവി കോട്ടിയുടെ സ്വന്തം സഹോദരിയല്ല. കുഞ്ഞായിരുന്ന സമയത്ത് കോട്ടിയും ഫാമിലിയും കന്യാകുമാരിയിലായിരുന്നു താമസിച്ചിരുന്നത്. 2004 കാലഘട്ടത്തിൽ കന്യാകുമാരിയിലെ സുനാമി വന്നല്ലോ. ആ സുനാമിയിലാണ് കോട്ടിക്ക് തന്റെ അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയും ഒക്കെ നഷ്ടമായത്. അതുപോലെ തന്നെ അച്ഛനെയും അമ്മയും ഒക്കെ നഷ്ടമായ പെൺകുട്ടിയായിരുന്നു ദേവി. അവളും കുഞ്ഞായിരുന്നു. അങ്ങനെ കോട്ടിയാണെങ്കിൽ ഇനി മുതൽ ദേവിയാണ് സ്വന്തം സഹോദരി എന്ന് കരുതി അവളെ കൂടെ കൂട്ടുകയാണ്. അവരെ വളർത്തിയതെല്ലാം ഒരു ഫാദർ ആയിരുന്നു. കോട്ടി ആരോരുമില്ലാത്ത ദേവിയെ സ്വന്തം സഹോദരിയെ ഏറ്റെടുത്തതിനാൽ ഫാദറിന് കോട്ടിയോട് വലിയ സ്നേഹമായിരുന്നു. അതുപോലെ തന്നെ ദേവിയോടും സ്നേഹമാണ്. ഇവർക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഫാദർ അവിടെ ഉടനെ തന്നെ എത്തും. അത്രയ്ക്ക് നന്നായിട്ടാണ് ഫാദർ അവരെ വളർത്തിയതും. അതെല്ലാം അവിടെ അവസാനിച്ച് പിന്നീട് പ്രസന്റ് ആണ് കാണിക്കുന്നത്. കോട്ടി സ്വന്തം ചേട്ടനല്ല എന്നുള്ള കാര്യം ദേവിക്ക് അറിയത്തില്ല. അത്രയും സ്നേഹിച്ചാണ് കോട്ടി അവളെ വളർത്തുന്നതും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കോട്ടിയും ദേവിയും കൂടി സ്കൂട്ടറിൽ പോവുകയായിരുന്നു. ട്രാഫിക് സിഗ്നൽ എത്തിയ സമയത്ത് കാറിൽ വന്ന കുറച്ച് പയ്യന്മാരാണെങ്കിൽ അവിടെ ട്രാഫിക്കിലൊക്കെ ഉണ്ടാകുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടല്ലോ, കാശ് വാങ്ങാനായിട്ട് വരുന്ന, അവരുമായിട്ട് ഒരുപാട് പ്രശ്നമുണ്ടാക്കുന്നു. കാറിൽ വന്ന ആ പയ്യന്മാരാണെങ്കിൽ അവരെ ഒരുപാട് ഉപദ്രവിക്കുകയും ടോർച്ചർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. അതൊന്നും സഹിക്കാനാകാതെ ഞങ്ങളെ രക്ഷിക്കാൻ ഇവിടെ ആരുമില്ലേ എന്നൊക്കെ അവർ പറഞ്ഞു കരയുന്നത് കോട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഉടനെ തന്നെ കോട്ടിയാണെങ്കിൽ അവിടേക്ക് ചെന്നിട്ട് ആ പയ്യന്മാരെ എല്ലാം പുറത്തേക്ക് വലിച്ചിട്ടിട്ട് അവന്മാരെ ഒരുപാട് അടിക്കും. ഒരു വലിയ ഫൈറ്റ് തന്നെ നടക്കും. എന്നാൽ കോട്ടിയാണെങ്കിൽ ഒരു ഭ്രാന്തനെ പോലെയായാണ് തല്ലുന്നതും. അതിൽ നിന്നും അവർക്കാണെങ്കിൽ രക്ഷപ്പെടുവാനേ പറ്റുന്നില്ല. ഒരു ഘട്ടത്തിൽ അവന്മാരെല്ലാവരും നേരെ ഓടിക്കയറിയത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. എന്നാൽ പോലീസ് സ്റ്റേഷൻ ആണെന്ന് പോലും നോക്കാതെ കോട്ടി അവരെ അവിടെ ഇട്ട് തല്ലും. പോലീസുകാരെ കോട്ടിയെ പിടിച്ചു മാറ്റുവാനായി വരുന്ന സമയത്ത് പോലും പോലീസുകാരെയും അവൻ തല്ലുകയാണ്. ഒരു ഘട്ടത്തിൽ പോലീസാണെങ്കിൽ അവനെ പിടിച്ച് ലോക്കപ്പിലിടും. എന്നാൽ അവിടേക്ക് എത്തിയ ഇൻസ്പെക്ടർ ആണെങ്കിൽ പോലീസ് സ്റ്റേഷൻ ആകെ കുളമായി കിടക്കുന്നത് കണ്ട് പോലീസുകാരോട് വിവരം തിരക്കും. അപ്പോൾ അവർ കോട്ടിയുടെ കാര്യം പറയുന്നു. അത് കേട്ട് പോലീസ് ഓഫീസറിന് ദേഷ്യം വന്ന് കോട്ടിയുടെ അടുത്തേക്ക് ചെന്നിട്ട് നിന്റെ പേരെന്താടാ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുകയാണ് കോട്ടി. കാരണം കോട്ടിക്കാണെങ്കിൽ മിണ്ടാനൊന്നും കഴിയത്തില്ലല്ലോ. അതായി പോലീസ് ഇൻസ്പെക്ടറിനും അറിയത്തില്ല. ദേഷ്യം വന്ന ആ ഒരു ഇൻസ്പെക്ടർ ആണെങ്കിൽ FIR ഇടുവാനായിട്ട് മറ്റു പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. എന്നാൽ അതേസമയം തന്നെ ദേവിയാണെങ്കിൽ ചർച്ച് ഫാദറിനെയും കുറച്ച് ആളുകളെയും കൂട്ടി സ്റ്റേഷനിലേക്ക് വന്നു. ഫാദർ പറയുന്നത് അവനെ വെറുതെ വിടണം, അവൻ കുറച്ച് ദേഷ്യക്കാരനാ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ, സാർ ഇത്തവണത്തേക്ക് ക്ഷമിക്കണം, ഇനി അവന്റെ ഭാഗത്തു നിന്നും ഒരു പ്രശ്നവും ഉണ്ടാകില്ല, അവന് സംസാരിക്കുവാനൊന്നും കഴിയില്ല എന്ന് പറയുന്ന സമയത്ത് അത് കേട്ട് ആ ഒരു ഇൻസ്പെക്ടർ പറയുന്നത് അവനെ അങ്ങനെയൊന്നും വെറുതെ വിടാനൊന്നും പറ്റത്തില്ല, അവൻ സമ്മതിച്ചല്ലോ അവൻ ആ കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്, പിന്നെ ആരെ നോക്കാനാ, എന്തായാലും FIR ഇട്ട് കഴിഞ്ഞുവെന്ന് പോലീസ് ഇൻസ്പെക്ടർ പറഞ്ഞു. അങ്ങനെ അത് കേസായി. കോടതിയിലേക്ക് പോകുന്നതിന് മുൻപ് ജഡ്ജിയുടെ വീട്ടിൽ വെച്ചാണ് ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരം നടന്നത്. പോലീസ് ഇൻസ്പെക്ടർ ജഡ്ജിയുടെ മുന്നിൽ FIR സബ്മിറ്റ് ചെയ്യും. ആ FIRൽ എഴുതി വെച്ചിരുന്നത് എന്തെന്നാൽ കോട്ടിയാണ് എല്ലാ പ്രശ്നവും ഉണ്ടാക്കിയതെന്ന് അവനവന്റെ വാഗൊണ്ട് തുറന്നു പറഞ്ഞു എന്നായിരുന്നു. എന്നാൽ അതേസമയം തന്നെ ചർച്ച് ഫാദർ ആണെങ്കിൽ കോട്ടിക്ക് കുഞ്ഞിലെ തന്നെ സംസാരിക്കുവാനുള്ള ശേഷിയില്ല എന്നൊരു സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തു. അത് കണ്ട ജഡ്ജിയാണെങ്കിൽ പോലീസ് ഇൻസ്പെക്ടറിനെ ഒരുപാട് വഴക്ക് പറയും. സംസാരിക്കുവാൻ കഴിവില്ലാത്ത ഒരാളാണോ എല്ലാ കുറ്റവും തുറന്ന് സമ്മതിച്ചെന്ന് നിങ്ങൾ പറഞ്ഞത്? ഇപ്പോൾ ഈ ഒരു കേസ് കോടതിയിൽ എത്തിയിരുന്നെങ്കിൽ എന്തായിരുന്നു, ഒരു നിരപരാധി ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടേനെ എന്നൊക്കെ പറഞ്ഞ് പോലീസ് ഇൻസ്പെക്ടറിനെ ഒരുപാട് വഴക്ക് പറയും. അങ്ങനെ കോട്ടിയാണെങ്കിൽ പുറത്തിറങ്ങുകയാണ്.
എന്നാൽ മറ്റൊരു വശത്ത് നായികയായ ടീനയെ കാണിക്കും. ഈ ടീന ഒരു ടൂറിസ്റ്റ് ഗൈഡാണ്. ടൂറിസ്റ്റിനെ കൊണ്ട് വിവേകാനന്ദ പാറയിൽ നിന്നിട്ട് വിവേകാനന്ദന്റെ വേഷമൊക്കെ ധരിച്ചിട്ട് വിവേകാനന്ദനെ പറ്റിയും തമിഴിനെ പറ്റിയും തിരുക്കുറളിനെ പറ്റിയൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ടീനയാണെങ്കിൽ അവരെയും കൊണ്ടുപോകുന്ന ഒരു ബോട്ടുണ്ടല്ലോ, ആ ഒരു ബോട്ടിൽ തന്നെയായിരുന്നു ക്ലീനറായിട്ട് നമ്മുടെ കോട്ടിയും ജോലി ചെയ്യുന്നത്. ടീനയാണെങ്കിൽ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന കോട്ടിയാണെങ്കിൽ നിനക്ക് ചെവി കേട്ടൂടെ എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് ചോദിക്കും. എന്നാൽ കോട്ടിയാണെങ്കിൽ അതിനൊന്നും മറുപടി കൊടുക്കത്തില്ല. എന്താ എന്ത് ചോദിച്ചാലും നീ മിണ്ടത്തുമില്ല, നിന്നെ വിളിച്ചാലോട്ട് നീ കേൾക്കത്തുമില്ല, നീ ആരാ ദൈവമാണോ എന്നൊക്കെ ചോദിച്ച് അവനെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യും പോലെയാണ് ടീന സംസാരിക്കുന്നത്. ടീന തന്നെ കാര്യമായിട്ട് എന്തോ പറയുന്നെന്ന് കോട്ടിക്ക് മനസ്സിലായി. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ടൂറിസ്റ്റിന്റെയൊക്കെ എക്സ്പ്രഷൻ കണ്ട് അവൾ എന്തോ കാര്യമായിട്ട് തന്നെ പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ കോട്ടിയാണെങ്കിൽ അവളുടെ മുഖത്തിട്ട് 2 ഇടി കൊടുക്കുന്നു. എന്നാലും ടീന നിർത്തത്തില്ല, അവനെ അതുപോലെ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ബോട്ടിൽ നിന്നും പുറത്തിറങ്ങിയ ടീനയാണെങ്കിൽ പുറത്തേക്ക് ഓടും. ഓട്ടിച്ചിട്ടാണ് കോട്ടി അവളെ ഇടിക്കുന്നതും. ഒടുവിൽ ഓടി ഓടി അവൾ അവളുടെ അമ്മയുടെ അടുത്തെത്തി. എന്നാൽ അമ്മയാണെങ്കിൽ തന്റെ മകളെ കോട്ടി ഇങ്ങനെ ഉപദ്രവിക്കുന്നതിനാൽ ചർച്ച് ഫാദറിനടുത്തെത്തി കോട്ടിക്കെതിരായിട്ട് കംപ്ലൈന്റ് പറയും. ഇവൻ എന്റെ മകളെ കാണുമ്പോഴെല്ലാം അടിക്കുന്നുണ്ട്, എന്തിനാ ഇവൻ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഇടിക്കുന്നത് എന്നൊക്കെ അമ്മ ചോദിക്കുന്ന സമയത്ത് ടീന പറയുന്നത്, ഇവൻ എന്നെ ഇന്നും ഇന്നലെയും തൊട്ടല്ല ഉപദ്രവിക്കാൻ തുടങ്ങിയത്, ഇവൻ എന്നെ കുഞ്ഞുനാള് തൊട്ട് അടിക്കാൻ തുടങ്ങിയതാ. എന്നെങ്കിലും എന്റെ സ്നേഹം ഇവൻ അക്സെപ്റ്റ് ചെയ്യട്ടെ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്, ഇവൻ എന്നെ ഇഷ്ടമാണെന്ന് പറയട്ടെ എന്നൊക്കെ ടീന പറയുന്നു. സത്യത്തിൽ ഈ ടീനയ്ക്ക് കോട്ടി ഇഷ്ടമാ, പക്ഷെ അവളുടെ സ്നേഹമൊന്നും കോട്ടി അക്സെപ്റ്റ് ചെയ്തിട്ടേയില്ല. കോട്ടിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നത് ദേവിയായിരുന്നു. കോട്ടിക്കാണെങ്കിൽ ടീനയെ ഒട്ടും ഇഷ്ടമേ അല്ല, പക്ഷെ ടീനയാണെങ്കിൽ കോട്ടിയുടെ പിന്നാലെ തന്നെ ചെയ്ത്. ഫാദർ ആണെങ്കിൽ കോട്ടിയെ ഒരുപാട് വഴക്ക് പറയും. നിനക്ക് സ്ഥിരമായ ഒരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ഒരു പ്രശ്നത്തിനും പോകില്ല എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും അവന് ജോലി വാങ്ങി കൊടുക്കുവാനായിട്ട് ഫാദർ തീരുമാനിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പള്ളിയിൽ പ്രെയർ പാടുന്നത് ദേവിയായിരുന്നു. അത് കേൾക്കുവാനായിട്ട് കോട്ടിയും എത്തി. കോട്ടിക്ക് ദേവി പാടുന്നതെന്നും കേൾക്കാൻ പറ്റത്തില്ലല്ലോ. എന്നാൽ കോട്ടി എന്താണ് ചെയ്യുന്നതെന്നോ, അവിടെ പള്ളിയിലേക്ക് വന്ന ആളുകളെല്ലാവരും ദേവി പാടുന്നത് എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ. അവരുടെ മുഖത്തുള്ള എക്സ്പ്രഷനിൽ നിന്നും തന്റെ സഹോദരി എത്ര നന്നായിട്ടാണ് പാടുന്നതെന്ന് കോട്ടിക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ ദേവിക്കൊന്നും പാട്ട് പാടുവാനേ പറ്റുന്നില്ല. എന്തെന്നാൽ പള്ളിയുടെ അടുത്തായിട്ട് പുതുതായി ഒരു ബാർ വന്നു. ആ ബാറിലെ ബഹളം കാരണം ഇവർക്ക് പാട്ട് പാടുവാനായും പറ്റുന്നില്ല. അത് മനസ്സിലാക്കിയ ഫാദർ ആണെങ്കിൽ നേരെ ബാറിലേക്ക് ചെന്നിട്ട് പള്ളിയുടെ അടുത്തായിട്ട് ബാർ പാടില്ല, ഇവിടെ ശബ്ദമൊന്നും ഉണ്ടാക്കരുത്, ഞങ്ങൾക്ക് അവിടെ പ്രാർത്ഥനയൊന്നും നടത്താനായി പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഫാദറിനെ അവർ ഒരുപാട് അപമാനിച്ചാണ് അവിടെ നിന്ന് ഇറക്കി വിടുന്നതും. അങ്ങോട്ട് നന്നായിട്ട് പോയ ഫാദർ ആണെങ്കിൽ തിരികെ വന്നത് തല കുനിച്ച് മൗനമായിട്ടായിരുന്നു. അത് കോട്ടിക്ക് മനസ്സിലായി. എന്തോ പ്രശ്നമുണ്ടായെന്ന് കോട്ടിക്ക് മനസ്സിലായി. ഉടനെ തന്നെ കോട്ടി അവിടേക്ക് ചെന്ന് ആ ബാറിലുണ്ടായിരുന്ന എല്ലാവരെയും തല്ലും. ബാറിന്റെ ഓണറിനെ തല്ലിയിട്ട് അയാളുടെ തലയാണെങ്കിൽ അടുപ്പിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. അതാകെ പ്രശ്നമായി. എന്ത് കാര്യമുണ്ടായാലും മുന്നും പിന്നും നോക്കാതെ ചെന്ന് അടിക്കുന്നത് ഫാദറിനൊട്ടും ഇഷ്ടമാകുന്നതേയില്ല. നിന്നെ എന്തായാലും ഞാൻ സ്ഥിരമായിട്ടൊരു ജോലിക്ക് പറഞ്ഞു വിടുമെന്ന് കോട്ടിയോട് ഫാദർ പറയുന്നുമുണ്ട്. മാത്രവുമല്ല ആ ബാർ അവിടുന്ന് പൂട്ടിക്കാനായിട്ട് ഫാദറും കൂട്ടരും തീരുമാനിക്കും. അവിടെയുള്ളത് ഒരു പഞ്ചാബി കളക്ടറാണ്. കളക്ടറിന്റെ അടുത്ത് പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കണം. പക്ഷേ പഞ്ചാബി ഭാഷ അറിയാവുന്നവർക്കല്ലേ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റൂ. ആരാ നമ്മുടെ കൂട്ടത്തിൽ പഞ്ചാബി ഭാഷ അറിയാവുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് ടീനയെ പറ്റി ഓർമ്മ വരും. ടീന ടൂറിസ്റ്റ് ഗൈഡ് ആയതിനാൽ അവൾക്ക് ഒരുവിധം എല്ലാ ഭാഷകളും അറിയാം. അതുകൊണ്ട് തന്നെ ടീനയെ ഏർപ്പാടാക്കിയിട്ട് കളക്ടറിനോട് സംസാരിച്ച് ആ ഒരു ബാറ് തന്നെ അവർ പൂട്ടിക്കുകയാണ്. ആ ഒരു കാര്യത്തോടു കൂടി ടീനയോട് കോട്ടിക്ക് ചെറിയൊരു സ്നേഹമൊക്കെ ഉണ്ടാകുന്നു. ടീനയാണെങ്കിൽ കോട്ടിക്ക് വേണ്ടിയിട്ട് സൈൻ ലാംഗ്വേജ് ഒക്കെ പഠിച്ച് സൈൻ ലാംഗ്വേജിലാണ് കോട്ടിയോട് സംസാരിക്കുന്നതും. അതോടുകൂടി ഇവർക്ക് 2 പേർക്കുമിടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് വളരുകയും 2 പേരും പ്രണയത്തിലാവുകയും ചെയ്തു. ചർച്ച് ഫാദറിന്റെ ആഗ്രഹം എന്തെന്നാൽ കോട്ടിക്ക് സ്ഥിരമായിട്ടൊരു ജോലി വേണമെന്നാണല്ലോ. അതിന് അന്വേഷിച്ച് ഒടുവിൽ ചർച്ച് ഫാദർ ആണെങ്കിൽ ഈ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്കുള്ള സ്കൂളുണ്ടല്ലോ, ആ സ്കൂളിൽ അവനെ സെക്യൂരിറ്റി ആയിട്ട് ജോലിക്ക് കയറ്റി. കോട്ടിയാണെങ്കിൽ അവിടെ ജോലി ചെയ്യുവാനായും ആരംഭിച്ചു. കോട്ടിയെ പോലെ തന്നെ ഒരുപാട് കുറവുകളുള്ള കുട്ടികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ അതിൽ 4 പെൺകുട്ടികൾ, വലിയ പെൺകുട്ടികളുണ്ട്. ഇവർക്ക് 4 പേർക്കും കണ്ണിന് കാഴ്ചയില്ല. കോട്ടിയാണെങ്കിൽ അവിടെ പോയി അവിടെ നന്നായിട്ട് സന്തോഷത്തോടു കൂടി എല്ലാ ദുഃഖവും മറന്ന് അവരോടൊപ്പം എൻജോയ് ചെയ്ത് ജീവിക്കുവാനായി തുടങ്ങി. ഈ 4 പെൺകുട്ടികളാണെങ്കിൽ കോട്ടിയെ സ്വന്തം സഹോദരനെ പോലെയാണ് കാണുന്നതും. കോട്ടിക്കും അതുപോലെയാണ്. ദേവിയെ പോലെയാണ് ആ 4 പെൺകുട്ടികളെയും കോട്ടിയും കാണുന്നത്. അവർക്കിടയിലാണെങ്കിൽ ഒരു സഹോദരി റിലേഷൻഷിപ്പും വളരുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ 4 പെൺകുട്ടികളും കുളിക്കുവാനായിട്ട് ബാത്റൂമിലേക്ക് പോകുന്നു. ഈ 4 പെൺകുട്ടികൾക്കും കണ്ണിന് കാഴ്ചയില്ല എന്ന കാര്യം അവിടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ അറിയാമല്ലോ.
അതിലൊരു 3 പേരാണെങ്കിൽ പെൺകുട്ടികൾ കുളിക്കുവാനായി കയറുന്നതിന് മുൻപ് തന്നെ ബാത്റൂമിൽ പോയി ഒളിച്ചിരിക്കും. ഒരു ഘട്ടത്തിൽ അവരെ കൂടാതെ മറ്റാരോ ബാത്റൂമിലുണ്ട് എന്ന കാര്യം പെൺകുട്ടികൾക്ക് മനസ്സിലായി. അവരുടനെ തന്നെ പുറത്തേക്ക് വന്ന് ബാത്റൂം പുറത്തു നിന്നും പൂട്ടി. എന്നിട്ട് കോട്ടിയോട് ചെന്ന് കാര്യം പറയും. ഇവർക്കാണെങ്കിൽ കണ്ണ് കാണത്തില്ല, പക്ഷെ സംസാരിക്കുവാനായി പറ്റും. കോട്ടിക്കാണെങ്കിൽ സംസാരിക്കുവാനും പറ്റത്തില്ല, ചെവി കേൾക്കുവാനായും പറ്റത്തില്ല. ഇവർ പറയുന്നത് എന്താണെന്ന് കോട്ടിക്ക് മനസ്സിലാകുന്നതുമില്ല. കോട്ടിക്കാണെങ്കിൽ ആകെ മനസ്സിലാകുന്നത് സൈൻ ലാംഗ്വേജ് മാത്രമാണ്. പക്ഷെ ആ പെൺകുട്ടികൾക്കാണെങ്കിൽ സൈൻ ലാംഗ്വേജും അറിയത്തില്ല. എങ്ങനെയൊക്കെയോ അവർ കോട്ടിയോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കുവാനായും ശ്രമിച്ചു. കോട്ടിയാണെങ്കിൽ ചെന്ന് ബാത്റൂമിന്റെ ഡോർ തുറക്കുന്ന സമയത്ത് 3 പേർ അതിനുള്ളിൽ നിന്നും ഇറങ്ങി വരുന്നത് അവൻ കാണുന്നു. എന്നാൽ അവൻ പറയുന്നത്, ഈ പെൺകുട്ടികൾക്ക് കണ്ണിന് കാഴ്ചയില്ലല്ലോ, അറിയാതെ ഞങ്ങളെ ഇതിനുള്ളിൽ ലോക്ക് ചെയ്തെന്നാണ് അവന്മാർ പറഞ്ഞിട്ട് നടന്നു പോകുന്നതും. എന്നാൽ അത് കാണുന്ന കോട്ടിക്ക് എന്തോ അവിടെ കാര്യമായി സംഭവിച്ചു. മിക്കവാറും ആ കുളിമുറിയിൽ ഇവന്മാർ കയറിയിരുന്നതാണെന്നും കോട്ടിക്ക് മനസ്സിലായി. അതിൽ 2 പേരെ കോട്ടി ക്രൂരമായി കൊന്നുകളഞ്ഞു. ക്രൂരമായെന്ന് വെച്ചാൽ ഒരു സൈക്കോ എങ്ങനെയാണ് കൊല നടത്തുന്നത് അതുപോലെ ക്രൂരമായിട്ടാണ് കോട്ടി അവരെ കൊന്നുകളഞ്ഞതും. എന്നാൽ അതിൽ ഒരാളാണെങ്കിൽ രക്ഷപ്പെട്ടു പോവുകയാണ്. അവനെ എങ്ങനെയെങ്കിലും കണ്ടെത്തി കൊല്ലണമെന്നും കോട്ടി തീരുമാനിക്കും. അവൻ നടക്കുന്നത് ഏകദേശം കൈ വളച്ചാണ്. അവനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്നും കോട്ടി തീരുമാനിച്ചു നിൽക്കും. അടുത്ത ദിവസം തന്നെ ഡെഡ് ബോഡിയുള്ള സ്ഥലത്തേക്ക് പോലീസും നാട്ടുകാരും മീഡിയക്കാരും എല്ലാവരും എത്തുകയാണ്. ഇത്രയും ക്രൂരമായിട്ട് ആരായിരിക്കും ഈ കൊല നടത്തിയത് എന്നൊക്കെ പോലീസാണെങ്കിൽ തല പുകഞ്ഞ് ആലോചിക്കും. ആ 2 പേരും ജോലി ചെയ്തിരുന്നത് ആ ഒരു സ്കൂളിലല്ലേ. അതുകൊണ്ട് തന്നെ സ്കൂളിലുള്ളവരെ എല്ലാം ചോദ്യം ചെയ്യുവാനായി പോലീസുകാർ എത്തുകയാണ്. കോട്ടിയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് കോട്ടിക്ക് ട്രാൻസ്ലേറ്ററായി വന്നത് കോട്ടിയുടെ സഹോദരിയായ ദേവിയായിരുന്നു. കോട്ടി പറയുന്നത് കൊല ചെയ്തത് ഞാനാണെന്നാണ്. അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ദേവിക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷനാകും. അവൾ പോലീസുകാരോട് പറയുന്നത്, ചേട്ടൻ എന്തോ തെറ്റായിട്ട് പറയുകയാ, ഞാൻ നാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാമെന്നും ദേവി പറയുമ്പോൾ, അല്ല അവൻ ഇപ്പോൾ എന്താ പറഞ്ഞത് അത് നീ പറയുവാനായും പറയുമ്പോൾ ചേട്ടനാണ് ആ കൊല നടത്തിയത് എന്നാണ് ചേട്ടൻ പറഞ്ഞതെന്നും ദേവി തുറന്നു പറയുന്നു. അങ്ങനെ കോട്ടിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. പോലീസുകാർ ചോദിക്കുന്ന സമയത്തെല്ലാം ഞാൻ തന്നെയാണ് കൊല ചെയ്തതെന്നും കോട്ടി പറയും. എന്തിനാണ് കൊല ചെയ്തതെന്ന് ചോദിക്കുന്ന സമയത്ത് അത് നിങ്ങൾ അറിയണ്ട എന്നായിരുന്നു കോട്ടി പറഞ്ഞതും. അങ്ങനെ കോട്ടിയെ കോടതിയിൽ ഹാജരാക്കി. കോട്ടിക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ എത്തിയത് കുബേരൻ എന്ന വക്കീലായിരുന്നു. കോട്ടിയോട് കുബേരൻ ചോദിക്കുന്നത്, ഈ പോലീസുകാർ നിന്നെ വിരട്ടി കുറ്റം സമ്മതിപ്പിച്ചതാണോ? അപ്പോൾ കോട്ടി പറയുന്നത്, അല്ല, ഞാനാ കൊല നടത്തിയത്. ജഡ്ജി ചോദിക്കും, നീയാണ് കൊല നടത്തിയതെങ്കിൽ അതിന് പിന്നിലെ കാരണം എന്താ എന്ന് ചോദിക്കുമ്പോൾ, അത് നിങ്ങൾ അറിയണ്ട, കാരണം ഞാൻ പറയത്തില്ല എന്നായിരുന്നു കോട്ടി പറയുന്നതും. എന്നാൽ ജഡ്ജിക്കാണെങ്കിൽ വല്ലാതെ ദേഷ്യം വരും. കാരണം ഈ കോട്ടിയുടെ പേരിൽ മുൻപൊരു കേസുണ്ടായിരുന്നല്ലോ, പോലീസുകാരെ കള്ള FIR ആക്കി തയ്യാറാക്കി കൊടുത്തത്. അതുകൊണ്ട് തന്നെ ജഡ്ജിന് പോലീസുകാരെ അത്ര വിശ്വാസമേ ഇല്ല. പോലീസുകാരോട് പറയുന്നത്, ഈ ഒരു കേസ് അന്വേഷിക്കുവാനായിട്ട് വേറൊരു ഉദ്യോഗസ്ഥനെ ഏർപ്പാടാക്കും. ആ ഉദ്യോഗസ്ഥൻ ഈ ഒരു കേസിനെ അന്വേഷിക്കണമെന്നും പറയുന്നു. 10 ദിവസത്തേക്ക് കോട്ടിയെ റിമാൻഡ് ചെയ്യുകയാണ്. കോട്ടിയെ ജയിലിലേക്കും കൊണ്ടുവരും. നാട്ടുകാരെല്ലാവരും ഇപ്പോൾ ഈ വിവരം അറിഞ്ഞല്ലോ. ഒരു സൈക്കോപാത്തിനെ പോലെയാണല്ലോ ആ ഒരു കൊല നടത്തിയിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇവന് മാനസിക പ്രശ്നമാണെന്നും ഇവനൊരു സൈക്കോയാണെന്നും നാട്ടുകാരൊക്കെ പറഞ്ഞു തുടങ്ങി. ആ ഒരു കേസ് അന്വേഷിക്കുവാനായി എത്തിയത് കതിർ എന്നൊരു ഓഫീസറായിരുന്നു. കതിർ വന്നിട്ട് ചോദിച്ചിട്ട് പോലും എന്തിനാണ് കോട്ടി ആ ഒരു കൊലപാതകം ചെയ്തതെന്ന് തുറന്നു പറയുന്നതേയില്ല. അങ്ങനെ കതിർ നേരെ എത്തിയത് ആ ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പാലിനടുത്തേക്കായിരുന്നു. പ്രിൻസിപ്പാലിനോട് ചോദിക്കുന്ന സമയത്തും എനിക്കൊന്നും അറിയത്തില്ല എന്നായിരുന്നു പ്രിൻസിപ്പാലിന്റെ മറുപടി. കാരണം യഥാർത്ഥത്തിൽ പ്രിൻസിപ്പാലിന് ഒന്നും അറിയത്തില്ലല്ലോ. കോട്ടി എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് പോലും പ്രിൻസിപ്പാലിന് അറിയത്തേയില്ല. അത് കാരണം കതിറിന് ഒരു വഴിയുമില്ല. ഒടുവിൽ കതിരാണെങ്കിൽ ദേവിയെയും ടീനയെയും ചർച്ച് ഫാദറിനെയും ഒക്കെ ജയിലിലേക്ക് കൊണ്ടുവരും. അവരെ കൊണ്ട് ചോദിപ്പിച്ചിട്ടായാലും കോട്ടി എങ്ങനെയെങ്കിലും സത്യം തുറന്നു പറയുമല്ലോ എന്ന് കരുതിയാണ് അങ്ങനെ ചെയ്യിച്ചതും. അവർ വന്നിട്ട് ചോദിക്കുന്ന സമയത്തും കോട്ടി പറയുന്നത്, ആ കാര്യം നിങ്ങൾ അറിയണ്ട, അത് മോശമായിട്ടുള്ള കാര്യമാണ്. ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ ആ സത്യം എന്തായാലും പറയത്തില്ല എന്ന് തന്നെയാണ് കോട്ടി പറയുന്നതും. കതിറിന് വേറെ വഴിയില്ല. കതിർ അങ്ങനെ ഒരു കാര്യം ചെയ്യും. അവന് മരുന്ന് കൊടുത്ത് മയക്കി അവന്റെ ഉപബോധ മനസ്സിൽ നിന്നും സത്യങ്ങൾ അറിയാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു ഡോക്ടറിനെ വെച്ച് ഹൈ ഡോസ് മരുന്ന് കൊടുത്ത് മയക്കിയിട്ട് പോലും കതിർ സത്യം തുറന്നു പറയുന്നതേയില്ല. ഞാൻ പറയത്തില്ല എന്ന് തന്നെയായിരുന്നു അവൻ പറയുന്നതും. ഡോക്ടർ പറയുന്നത്, ഇനി ഒരു ഡോസ് മരുന്ന് കൂടി കൊടുത്താൽ ഇവൻ ചത്തുപോകും, ഇവൻ നല്ല ബോധത്തോടു കൂടിയാ പെരുമാറുന്നതെന്നും ഒരു സർട്ടിഫിക്കറ്റും കൊടുക്കുകയാണ്. കതിറിനാണെങ്കിൽ ഒരു വഴിയുമില്ല. അങ്ങനെ ഒരിക്കൽ കോട്ടിയുടെ സെല്ലിലേക്ക് വന്ന കതിരാണെങ്കിൽ അവനെ തല്ലിയിട്ടായാലും സത്യം പറയിക്കാമെന്ന് തീരുമാനിച്ച് അവനെ ഒരുപാട് തല്ലും. പക്ഷെ അപ്പോഴും കോട്ടിയുടെ മറുപടി അത് തന്നെയായിരുന്നു. വേറെ വഴിയില്ലാതെ കോട്ടിയെ 10 ദിവസം കഴിഞ്ഞപ്പോൾ സെല്ലിൽ നിന്നും റിലീസ് ചെയ്യും. പുറത്തിറങ്ങിയ കോട്ടിയാണെങ്കിൽ നേരെ പോയത് ആ ഒരു സ്കൂളിലേക്കായിരുന്നു. അവിടെ കാവൽ നിൽക്കുകയാണ് കോട്ടി.
കോട്ടിയുടെ മനസ്സിലാണെങ്കിൽ ആ മൂന്നാമത്തവനുണ്ടല്ലോ, അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം, അവനെ കൊന്നു കളയണം എന്ന വാശി തന്നെ അവന്റെ ഉള്ളിൽ കുമിഞ്ഞു കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. സ്കൂളിന് മുന്നിൽ കാവൽ നിൽക്കുകയാണ് കോട്ടി. അത് പ്രിൻസിപ്പാൾ കാണുന്നുണ്ട്. പ്രിൻസിപ്പാൾ ആണെങ്കിൽ ഇവൻ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നൊക്കെ ചിന്തിക്കും. ജയിലിലായിരുന്ന സമയത്ത് കതിരി പ്രിൻസിപ്പാളിനെ കൊണ്ടുപോലും കോട്ടിയോട് ചോദിച്ചിട്ടും കോട്ടി സത്യം പറഞ്ഞിട്ടേയില്ല. പ്രിൻസിപ്പാളിനും കോട്ടിയോട് നല്ല കാര്യമായിരുന്നു. കോട്ടി ഇപ്പോൾ സ്കൂളിന് മുന്നിൽ വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ പ്രിൻസിപ്പാളിന് ചെറിയ ടെൻഷനുണ്ട്. ഇനി എന്തെങ്കിലും പ്രശ്നം ഇവൻ ഉണ്ടാക്കുമോ എന്ന ടെൻഷനാണ് പ്രിൻസിപ്പാളിന്. എന്നാൽ ആ 4 പെൺകുട്ടികൾക്കും കോട്ടി അവിടെ വന്ന കാര്യം മനസ്സിലായി. നമ്മുടെ അണ്ണൻ വന്നിട്ടുണ്ട് എന്ന സന്തോഷമാണ് ആ 4 പെൺകുട്ടികൾക്കും. കോട്ടി ഇപ്പോൾ സ്കൂളിന് വെളിയിൽ കാവൽ നിൽക്കുന്ന വിവരം അറിഞ്ഞ ടീനയും ദേവിയും അവിടെ എത്തി കോട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്നാൽ അങ്ങനെ ഇരിക്കെ കതിരാണെങ്കിൽ ഒരു സത്യം കണ്ടുപിടിക്കുകയാണ്. എന്തെന്നാൽ കോട്ടിയോടൊപ്പമുള്ള ദേവിയുണ്ടല്ലോ, അവന്റെ യഥാർത്ഥ സഹോദരിയല്ല എന്ന സത്യം കണ്ടുപിടിക്കും. സുനാമിയെ കിട്ടിയ കുഞ്ഞിനെയാണ് സ്വന്തം സഹോദരിയെ പോലെ കോട്ടി വളർത്തുന്നതെന്ന് മനസ്സിലാക്കിയ കതിരാണെങ്കിൽ നേരെ പോയി ചർച്ച് ഫാദറിനടുത്ത് അത് സംസാരിക്കും. എന്നാൽ ഫാദർ ആണെങ്കിൽ അത് ദേവിയോടൊന്നും തുറന്നു പറയരുത് എന്നൊക്കെ കെഞ്ചുമെങ്കിലും കതിർ കേൾക്കുന്നില്ല. കതിറിനാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ സത്യം മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് അയാളാണെങ്കിൽ എല്ലാ സത്യവും ദേവിയോട് തുറന്നു പറഞ്ഞു. സത്യം അറിഞ്ഞ ദേവിയും ടീനയും ഞെട്ടിപ്പോകും. എന്നാലും ദേവി പറയുന്നത് അതെന്റെ സ്വന്തം ചേട്ടനല്ലെങ്കിൽ കൂടിയും കുഞ്ഞുനാള് മുതൽ ഞാൻ ചേട്ടനായി കണ്ടത് കോട്ടിയെ തന്നെയാണ്. അതുകൊണ്ട് ഇനി എന്തെന്ന് പറഞ്ഞാലും അതെന്റെ സ്വന്തം ചേട്ടനാണെന്ന് തന്നെ ദേവി പറയുന്നു. അന്നേ ദിവസം വൈകിട്ട് വീട്ടിലേക്ക് എത്തിയ കോട്ടിയോട് ടീന പറയുന്നത്, ദേവി നിന്റെ യഥാർത്ഥ സഹോദരി അല്ലല്ലേ, നിനക്ക് സുനാമിയിൽ കിട്ടിയ കുഞ്ഞിനെയല്ലേ നീ സ്വന്തം സഹോദരിയായിട്ട് വളർത്തിയത് എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട കോട്ടിയാണെങ്കിൽ അത് നിന്നോട് ആര് പറഞ്ഞുവെന്ന് ചോദിക്കും. അതാ കതിർ പറഞ്ഞതാണെന്നും പറയുന്നു. എന്നിട്ട് ടീനയാണെങ്കിൽ അവനെ ഒരുപാട് വഴക്ക് പറയും. അപ്പോൾ ദേഷ്യം വന്ന കോട്ടിയാണെങ്കിൽ അവളെ തല്ലിക്കുകയാണ്. അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോകും. എന്നാൽ കോട്ടിയുടെ അടുത്തെത്തിയ ദേവി പറയുന്നത്, ചേട്ടാ എന്തെന്ന് പറഞ്ഞാലും ഞാൻ ചേട്ടനെ സ്വന്തം ചേട്ടനായിട്ടാ കരുതുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് ചേട്ടൻ തുറന്നു പറയുവാനായിട്ടും അവൾ പറയുമ്പോൾ അതൊന്നും എനിക്ക് തുറന്നു പറയുവാൻ പറ്റില്ല, അതത്രയ്ക്ക് മോശമായിട്ടുള്ള കാര്യമാണെന്നായിരുന്നു കോട്ടി പറഞ്ഞതും. കോട്ടിയുടെ മനസ്സിൽ എന്തെന്നാൽ ആ പെൺകുട്ടികളെ കുറിച്ചുള്ള കാര്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെ അത് മോശമല്ലേ എന്നാണ് അവൻ ചിന്തിക്കുന്നതും. അവൻ അതൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും ആ മൂന്നാമത്തവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം, അവനെ കൊന്നുകളയണം എന്ന വാശിയാണ്. എന്നിട്ട് കോട്ടി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ആ മൂന്നാമത്തവനെ കണ്ടുപിടിക്കും, അവനെ ഞാൻ കൊന്നുകളയുമെന്ന് പറയുന്നത് കേട്ട് ദേവിയാണെങ്കിൽ ഉറക്കെ കരയും. ഇനി അടുത്ത ഒരാളെ കൂടി കൊല്ലാൻ പോകുന്നു, എന്നിട്ട് ജയിലിൽ പോകാൻ പോകുന്നു. ഞാൻ യഥാർത്ഥ സഹോദരി അല്ലാത്തത് കൊണ്ടല്ലേ ചേട്ടൻ എല്ലാ കാര്യവും തുറന്നു പറയാത്തത്, ഇനിയും ചേട്ടൻ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അവൾ അലറിക്കരയും. അടുത്ത ദിവസം രാവിലെ ഉറക്കമണർന്നു നോക്കുന്ന കോട്ടിയാണെങ്കിൽ ദേവിയെ കാണത്തില്ല. അവളെ അവിടെ ആകെ അന്വേഷിക്കും. പക്ഷെ എവിടെ പോയെന്ന് കോട്ടിക്ക് അറിയത്തേയില്ല. കോട്ടിക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ദേവി ഉള്ളത് ഫാദറിനടുത്തായിരുന്നു. ഫാദർ മറ്റൊരു സ്ഥലത്തേക്കാണ് ദേവിയെ മാറ്റിയിരിക്കുന്നതും. ഒരു ഘട്ടത്തിൽ ദേവിയുള്ള സ്ഥലം കോട്ടി കണ്ടെത്തുകയാണ്. കോട്ടി അവിടെ എത്തി വാ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ദേവി പറയുന്നത്, ഇല്ല ഞാൻ വരില്ല, ഞാൻ സ്വന്തം സഹോദരിയായിരുന്നുണ്ടെങ്കിൽ ചേട്ടൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലല്ലോ എന്നായിരുന്നു അവൾ പറഞ്ഞത്. അവളുടെ വായിൽ നിന്നും അത്തരമൊരു വാക്ക് വീണത് കോട്ടിക്ക് താങ്ങാനായും പറ്റിയില്ല. കോട്ടിയാണെങ്കിൽ സങ്കടം സഹിക്കാനാകാതെ ഇരിക്കുകയാണ്. പക്ഷെ എന്നാലും അവന്റെ മനസ്സിൽ മൂന്നാമത്തവനെ കൊല്ലണം എന്ന വാശിയാണ്. മറ്റൊരു വശത്ത് കതിരാണെങ്കിൽ കേസന്വേഷണം നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഒരു ഘട്ടത്തിൽ കോട്ടിയുടെ മുന്നിലാണെങ്കിൽ ആ മൂന്നാമത്തവനെ കണ്ടുകിട്ടുകയാണ്. പക്ഷെ അവനെ ഒറ്റയടിക്ക് കൊല്ലില്ല, ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും. ഒരു സൈക്കോ എങ്ങനെയാണ് കൊല്ലുന്നത് അതുപോലെ വേദന അനുഭവിച്ചാണ് അവനെ കൊന്നുകളയുന്നതും. അവന്റെ ഡെഡ് ബോഡിയും പോലീസുകാർ കണ്ടെത്തുകയാണ്. കോട്ടിയാണ് അതിന് പിന്നിലെന്ന് സമ്മതിച്ചതിനാൽ കോട്ടിയെ ഇപ്പോൾ കോടതിയിലേക്കും കൊണ്ടുവന്നിരിക്കുകയാണ്. വിവരമറിഞ്ഞ ദേവിയാണെങ്കിൽ എന്തായാലും ഇത്തവണ എന്റെ ചേട്ടനെ തൂക്കിക്കൊല്ലുവാനായിട്ടായിരിക്കും വിധിക്കുന്നത് എന്ന് പറഞ്ഞ് അവൾ ഉറക്കി കരയുകയാണ്. കേസ് അന്വേഷിക്കുവാനായിട്ട് കതിര് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കതിരിന് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരും. എന്തെന്നാൽ കോട്ടിയെ മയക്കി കിടത്തി അവന്റെ ഉപബോധ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്ന സമയത്ത് അവൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതെല്ലാം അവിടെ റെക്കോർഡായിരുന്നു. അത് കേട്ടു നോക്കുന്ന സമയത്ത് കോട്ടി പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങളെ പോലെ കുറവുകളുള്ളവരടുത്ത് മാത്രമല്ലേ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ, അതിന് ഞാൻ അനുവദിക്കില്ല, അവനെ ഞാൻ കൊന്നുകളയും എന്ന് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടേയിരുന്നത്. അപ്പോൾ എന്തൊക്കെയോ സംഭവിച്ചു എന്ന കാര്യം കതിരിന് മനസ്സിലായി. കതിരുടനെ തന്നെ ആ ഒരു സ്കൂളിലേക്ക് എത്തി പ്രിൻസിപ്പാലിനോട് വിവരം തിരക്കുന്നു. മാത്രമല്ല അവിടെയുള്ളവരോടെല്ലാം സംസാരിക്കുന്ന സമയത്ത് ആ 4 പെൺകുട്ടികളും കതിറിനോട് പറയുന്നത്, അന്ന് ഞങ്ങൾ കുളിക്കുവാനായി പോയ സമയത്ത് കുളിമുറിയിൽ 3 പേരുണ്ടായിരുന്നു. അക്കാര്യം ഞങ്ങൾ കോട്ടിയോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടായിരിക്കും ചേട്ടൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാകുമോ എന്നൊക്കെ കതിറിനോട് ചോദിക്കുന്ന സമയത്ത് കതിരിനും ഒരു കാര്യം മനസ്സിലായി.
ഈ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കോട്ടി അത്തരമൊരു ക്രൂരകൃത്യം ചെയ്തതെന്ന് ഇപ്പോൾ കതിറിന് മനസ്സിലായല്ലോ. അങ്ങനെ കോടതിയിൽ വിധി പ്രഖ്യാപിക്കുന്ന ദിവസം എത്തി. ഇവൻ എന്ത് വിധിയായിരിക്കും കിട്ടുക എന്ന ടെൻഷനായിരുന്നു ദേവിക്കും ടീനയ്ക്കും പള്ളിയിലച്ഛനും എല്ലാവർക്കും. എന്നാൽ കോടതിയാണെങ്കിൽ തെളിവുകളുടെ അഭാവത്തിൽ കോട്ടിയെ വെറുതെ വിടുകയാണ്. കോട്ടിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷം. ഇനി മുതൽ എന്റെ സഹോദരിയോടൊപ്പം എനിക്ക് ജീവിക്കാമല്ലോ എന്ന് കരുതി അവൻ സന്തോഷത്തോടു കൂടി കോടതിയിൽ നിന്നും വീട്ടിലേക്ക് വരികയായിരുന്നു. എന്നാൽ അവിടെയാണെങ്കിൽ ദേവിയില്ല. ദേവിക്കാണെങ്കിൽ ആകെ ടെൻഷനല്ലായിരുന്നു. ചേട്ടൻ എന്ത് വിധിയായിരിക്കും കോടതി പ്രഖ്യാപിക്കുക? തൂക്കിക്കൊല്ലുവാനായിരിക്കുമോ? അഥവാ തൂക്കിക്കൊന്നു കഴിഞ്ഞാൽ ഇനി ഞാൻ എങ്ങനെയാ അവിടെ ജീവിക്കുന്നത്? ഇനി എന്റെ ചേട്ടനില്ലാത്ത ലോകത്ത് എനിക്ക് ജീവിക്കണ്ട എന്ന് ചിന്തിച്ച ദേവിയാണെങ്കിൽ ഏത് കിണറ്റിൽ നിന്നാണോ കോട്ടി ഇറങ്ങിയിട്ട് പ്രതിമയൊക്കെ കൊണ്ടുവരുന്നത് ആ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. അതറിഞ്ഞ കോട്ടിയാണെങ്കിൽ കിണറ്റിൽ നിന്നും തന്റെ സ്വന്തം സഹോദരിയുടെ ഡെഡ് ബോഡി പുറത്തേക്ക് എടുക്കുകയാണ്. ജീവൻ അറ്റുകിടക്കുന്ന സഹോദരിയുടെ ഡെഡ് ബോഡിയും താങ്ങി പിടിച്ചുകൊണ്ട് കിണറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന കോട്ടിയെ കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.